ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എഴുതിയിട്ടുള്ള മദർ ടു സൺ എന്ന പോയമാണ്. ആദ്യം നമുക്ക് ലാങ്സ്റ്റൺ ഹ്യൂഗ്സിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ജനിച്ചത് 1902 മരിച്ചത് 1967. ഹി വാസ് എൻ അമേരിക്കൻ പോയറ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ്, നോവലിസ്റ്റ്, പ്ലേറൈറ്റ് ആൻഡ് കോളംനിസ്റ്റ് ഫ്രം ജോപ്ലിൻ, മിസോറി. അമേരിക്കയിലെ മിസോറിയിലെ ജോപ്ലിൻ എന്ന സ്ഥലത്ത് നിന്നാണ് ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് വരുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്, നോവലിസ്റ്റാണ്, പ്ലേറൈറ്റാണ്, കോളംനിസ്റ്റാണ്. ഹി ഈസ് വൺ ഓഫ് ദി ഇന്നോവേറ്റേഴ്സ് ഓഫ് ജാസ് പോയട്രി. ഹ്യൂഗ്സ് ഈസ് ബെസ്റ്റ് നോൺ ആസ് എ ലീഡർ ഓഫ് ദി ഹാർലം റിനൈസൻസ്. ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് ജാസ് പോയട്രിയുടെ ഇന്നോവേറ്റേഴ്സിൽ ഒരാളാണ്. അതേപോലെ തന്നെ ഹാർലം റിനൈസൻസിൻ്റെ ഒരു ലീഡർ കൂടിയാണ് അദ്ദേഹം. ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. മദർ ടു സൺ, റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരമ്മ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന പ്രോബ്ലംസിനെ കുറിച്ചാണ് ഈ കവിതയിൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓരോ പ്രോബ്ലംസും എടുത്തു പറയുന്നില്ല. പക്ഷേ തൻ്റെ ജീവിതം റഫാണ്, തൻ്റെ ജീവിതം അത്ര സ്മൂത്ത് അല്ല എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കയിൽ കറുത്ത വർഗ്ഗക്കാർ അനുഭവിക്കുന്ന പ്രോബ്ലംസാണ്. അവർക്ക് ധാരാളം പ്രോബ്ലംസിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല എന്നെല്ലാമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പോയം ഡ്രമാറ്റിക് മോണോലോഗാണ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരാൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ, ബാക്കിയുള്ള ആളുകളെല്ലാം ലിസണേഴ്സ് ആയിരിക്കും. അവർ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്, മറുപടിയൊന്നും കൊടുക്കുകയില്ല. ഈ കവിതയിൽ അമ്മ മാത്രമാണ് സംസാരിക്കുന്നത്, അമ്മയാണ് സ്പീക്കർ. മകൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, മകനാണ് ലിസണർ. ഇനി നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻസ. വെൽ സൺ, ഐ വിൽ ടെൽ യു, ലൈഫ് ഫോർ മീ ain't been no crystal stair. It's had tags in it and splinters and boards torn up and places with no carpet on the floor bare. ഫസ്റ്റ് ആൻസയിൽ പറയുന്നത് അമ്മ തൻ്റെ ജീവിതം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല എന്ന് മകനോട് പറയുകയാണ്. അമ്മ തൻ്റെ ജീവിതം ക്രിസ്റ്റൽ സ്റ്റെയറിനോട് ഉപമിക്കുകയാണ്. തൻ്റെ ജീവിതം ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ അല്ലായിരുന്നു. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ ക്രിസ്റ്റൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള സ്റ്റെയർ അതല്ലായിരുന്നു. അമ്മയ്ക്ക് കയറേണ്ട കോണിപ്പടികൾ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞതായിരുന്നു. അമ്മയുടെ ജീവിതം അത്ര സുഖകരമല്ലാതിരുന്നതിനാൽ അവർക്ക് കയറേണ്ടിയിരുന്ന കോണിപ്പടികളിൽ ആണിയും ചീളുകളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലോറുകൾക്കൊന്നും കാർപ്പറ്റും ഉണ്ടായിരുന്നില്ല. തറയിൽ കാർപ്പറ്റ് ഉണ്ടായിരുന്നില്ല എന്നത് അവളുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ നോക്കാം. ബട്ട് ഓൾ ദി ടൈം ഐ ഹസ് ബീൻ എ ക്ലൈംബിംഗ് ഓൺ ആൻഡ് റീച്ചിങ് ലാൻഡിങ്സ് ആൻഡ് ടേണിങ് കോർണേഴ്സ് ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദി ഡാർക്ക് വേർ ദർ ain't been no light. ഇവിടെ പറയുന്നത് അമ്മയ്ക്ക് ധാരാളം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവയൊന്നും വകവയ്ക്കാതെ അവർ ദൃഢനിശ്ചയത്തോടെ കയറിക്കൊണ്ടിരിക്കുകയും മുകളിൽ എത്തുകയും ചെയ്തു. ചില സമയങ്ങളിൽ അവൾ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ പോലും നടന്നിട്ടുണ്ട്. അവൾക്ക് അപകടകരമായ വളവുകളും തരണം ചെയ്യേണ്ടി വന്നിരുന്നു. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസ നോക്കാം. സോ ബോയ്, ഡോണ്ട് യു ടേൺ ബാക്ക്, ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദി സ്റ്റെപ്സ്, കോഴ്സ് യു ഫൈൻഡ്സ് ഇറ്റ്സ് കൈൻഡ് ഹാർട്ട്. Don't you fall now, for I still going, honey, I still climbing,
ആൻഡ് ലൈഫ് ഫോർ മീ എയിൻ ബി നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഈ സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അമ്മ തൻ്റെ മകനോട് ഒരിക്കലും നിരാശ അനുഭവപ്പെടാതിരിക്കാനും പുറകിലോട്ട് തിരികെ വരരുതെന്നും പറയുകയാണ്. അവന് മുകളിലേക്ക് കയറാൻ പ്രയാസം അനുഭവപ്പെട്ടാലും അവനൊരിക്കലും പടികളിൽ ഇരുന്നു പോകരുതെന്നും അവൻ താഴെ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അമ്മ മകനോട് പറയുകയാണ്. അവസാനം അമ്മ തൻ്റെ മകനോട് പറയുകയാണ്, അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർ കയറിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴും അവർ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മ തൻ്റെ മകനെ ആത്മവിശ്വാസം നൽകുകയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക എന്നെല്ലാമാണ് ഇവിടെ പറയുന്നത്. ഇതോടുകൂടി മദർ ടു സൺ എന്ന പോയം ഇവിടെ അവസാനിക്കുന്നു.